السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 151-ാമത്തെ പേജാണ് ഇന്ന് റൈഹാൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം നടന്ന സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാവർക്കും അല്ലാഹു രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 151-ാം പേജ് പാരായണമാണ് നിർവഹിക്കുന്നത്. പുതിയൊരു സൂറയാണ് നമ്മൾ തുടങ്ങുന്നത്, സൂറത്തുൽ അഅറാഫ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം സ്വാദ്. كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين. اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون. وكم من قرية أهلكناها فجاءها بأسنا بياتا أو هم قائلون. فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. فلنسألن الذين أرسل إليهم ولنسألن المرسلين فلنقصن عليهم بعلم وما كنا غائبين. والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون. ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين. صدق الله العلي العظيم. പരിശുദ്ധമായ സൂറത്തുൽ അഅറാഫിലെ 1 മുതൽ 11 വരെയുള്ള 11 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ ജുസ്ഇൽ 151-ാമത്തെ പേജ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മൾ പുതിയൊരു സൂറ പഠിക്കാൻ ആരംഭിക്കുകയാണ്, സൂറത്തുൽ അഅറാഫ്. എന്താണ് അഅറാഫ് എന്നതിന്റെ അർത്ഥം? ഉന്നത സ്ഥലങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വാക്കർത്ഥം പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കുള്ള ഒരു അതിർത്തി പ്രദേശം, അതാണ് അഅറാഫ്. ഈ സൂറയിലെ 46, 48 ആയത്തുകളിൽ ആ ഒരു പദം വരുന്നുണ്ട്. ആ അതിർത്തി പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ആ വിവരണം ഉള്ളത് കൊണ്ടാണ് ഈ സൂറക്ക് ആ പേര് ലഭിച്ചത്. ഈ സൂറ അവതരിച്ചത് മക്കയിലാണ്, എന്ന് പറഞ്ഞാൽ മക്കിയായ സൂറയാണ്. ഏറ്റവും വലിയ മക്കി അധ്യായങ്ങളിൽപ്പെട്ട ഒന്നുകൂടിയാണിത്. കുറച്ച് നീളമുള്ള സൂറയാണ്. 206 ആയത്തുകളാണ് ആകെ ഉള്ളത്. 3325 പദങ്ങളുണ്ട്. 14310 അക്ഷരങ്ങളും ഉണ്ട്. മീമ്, നൂന്, ദാല്, ലാമ്, ഈ 4 അക്ഷരത്തിലാണ് ഇതിലെ ആയത്തുകൾ അവസാനിക്കുന്നത്.
ദാലിലും മീമിലും അവസാനിക്കുന്ന ഓരോ ആയത്ത് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ സൂക്തവും 105-ാമത്തെ ആയത്തും. എന്താണ് സൂറത്തിന്റെ പ്രമേയങ്ങൾ? കഴിഞ്ഞ അധ്യായത്തിൽ, അതായത് സൂറത്തുൽ അൻആമിൽ, ഏകദൈവ വിശ്വാസത്തിന്റെ ആവശ്യകത കാര്യമായി സമർത്ഥിച്ചു. ബഹുദൈവ വിശ്വാസത്തിന്റെ ദുഷ്ഫലങ്ങളും അവിടെ പറഞ്ഞിരുന്നു. പൊതുവെ മക്കിയായ എല്ലാ സൂറകളുടെയും അടിസ്ഥാന പ്രമേയങ്ങൾ ഇതായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ സൂറയിലും വിശദീകരിക്കുന്നത്. ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങൾ, അള്ളാഹുവിന്റെ ഏകത്വം, പുനരുത്ഥാനം, പാരത്രികമായ രക്ഷാശിക്ഷകൾ, പ്രവാചകത്വത്തിന്റെ കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ സൂറയിലും പ്രമേയമായി വരുന്നുണ്ട്. സൂറത്ത് തുടങ്ങുന്നത് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്തുലമായ ഒരു അമാനുഷിക ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യരാശിക്ക് ലഭിച്ച വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആൻ തള്ളിക്കളയുക എന്നത് ഏറ്റവും വലിയ അവിവേകമാണ്, ബുദ്ധിശൂന്യതയാണ്. ആദം നബി അലൈഹി സ്വലാം എന്ന ആദ്യ പിതാവിൽ നിന്നാണ് മനുഷ്യരാശി ഉത്ഭവിച്ച് പരന്നത് വ്യാപിച്ചത്. മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിച്ച് ഈ ആദ്യ പിതാവിന്റെ ബഹുമതി അള്ളാഹു തആല തെളിയിച്ചിട്ടുമുണ്ട്. എന്നിട്ട് സ്വർഗത്തിൽ താമസിക്കുകയായിരുന്ന ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവിയെയും പിശാചാണ് വഴിതെറ്റിച്ചത്. അതിന്റെ ഫലമോ അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. ഈ പിശാച് ആദം നബി അലൈഹി സ്വലാമിന്റെ മാത്രമല്ല, അവിടുത്തെ സന്തതികളുടെ, അതായത് മുഴുവൻ മനുഷ്യരുടെയും ആജന്മ ശത്രുവാണ്, ബദ്ധവൈരിയാണ്. അവൻ നിങ്ങളെ മുന്നിലും പിന്നിലൊക്കെ നടക്കുന്നുണ്ട്, ഉണ്ടാകും, നിങ്ങളെ വഴിതെറ്റുകയാണ് എന്ന ലക്ഷ്യം. ഈ വിഷയവും ഈ സൂറയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാമിനെ ദുരുദ്ദേശപരമായി ഇബ്ലീസ് സമീപിച്ചതും ആ കുതന്ത്രങ്ങളിൽ മഹാനവറുകൾ പെട്ടുപോയതും ഈ സൂറയിൽ പറയുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട അടിമകൾ ആ ദുഷ്ടന്റെ കെണിയിൽ പെട്ടുപോകരുത് എന്ന കാരുണ്യത്തോടെ കൂടി അല്ലാഹു തആല നമ്മളെ ഗുണദോഷിക്കുന്നുമുണ്ട്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ എന്ന് വിളിച്ച്, എന്ന അഭിസംബോധന ചെയ്ത് ആണ് നമ്മളോട് ആ വിഷയം പറയുന്നത്. ആ ഒരു വിളിയിൽ തന്നെ റബ്ബിന്റെ കാരുണ്യം മുഴങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഈ സൂറയിൽ 4 പ്രാവശ്യം ആ സംബോധന ആവർത്തിക്കുന്നുണ്ട് എന്നാണ്. യാ ബനി ആദം. വേറെ സൂറത്ത് യാസീനിൽ 1 പ്രാവശ്യം ഈ വിളിയുണ്ട്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിലെ ചില രംഗങ്ങൾ മനസ്സിൽ പതിയുന്ന വിധം ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വർഗക്കാരായ ആളുകൾ, നരകക്കാരായ ആളുകൾ, ആറാഫിലുള്ള ആളുകൾ, ഈ 3 വിഭാഗങ്ങൾ നടത്തുന്ന പരസ്പര സംഭാഷണങ്ങളും ചർച്ചകളും വിഷയമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ പല രംഗങ്ങളും പ്രമേയമായി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരും അവിടുത്തെ അനുയായികളായ നമ്മൾ അവസാനത്തെ സമൂഹവുമാണല്ലോ. മുൻകാല പ്രവാചകന്മാരുടെയും അവരുടെ അനുയായികളുടെയും ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ ചരിത്രം നമുക്ക് വിവരിച്ചു തരുന്നത്. ആ മുൻകാല സമൂഹങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന പ്രതിബന്ധങ്ങളും മതിൽക്കെട്ടുകളും പലപ്പോഴും ഭരണാധികാരികളുടെ അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാരുടെ ഭാഗത്തു നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ദൃഢമായ അചഞ്ചലമായ വിശ്വാസത്തിന് മുമ്പിൽ ഏത് കൊടിയ സത്യനിഷേധികളുടെയും കോട്ടക്കൊത്തങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ചരിത്രത്തിൽ നിന്നാണ് ഖുർആന്റെ അനുയായികളായ നമ്മളും പാഠം പഠിക്കേണ്ടത്, ആവേശം ഉൾക്കൊള്ളേണ്ടത്. അചഞ്ചലമായ വിശ്വാസമുണ്ടോ നമ്മൾ രക്ഷപ്പെടുമെന്നർത്ഥം. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെത് കുറച്ച് വിശദമായി തന്നെ ഈ സൂറയിൽ പറയുന്നുണ്ട്. 103-ാമത്തെ ആയത്ത് മുതൽ 171-ാമത്തെ ആയത്ത് വരെയും മൂസാ നബിയുടെ ചരിത്രമാണ് വിഷയം അലൈഹിസ്സലാം. അതിനുശേഷം അള്ളാഹുവിന്റെ ദീനും ഇൽമും ഭൗതിക താല്പര്യങ്ങൾക്ക് മുമ്പിൽ അടിയറ വെച്ച് വഴിതെറ്റിപ്പോകുന്ന പണ്ഡിതന്മാർക്കുള്ള കനത്ത താക്കീതും ഈ സൂറയിലുണ്ട്. ബൽആം ഇബ്നു ബഊറ എന്ന കുപ്രസിദ്ധനായ പണ്ഡിതന്റെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിയാണ് അള്ളാഹു തആല യാഥാർത്ഥ്യം ഗൗരവത്തോടുകൂടി നമ്മൾ സൂചിപ്പിക്കുന്നത്. തൗഹീദിന്റെ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിയാണ് അധ്യായം ആരംഭിക്കുന്നത് എന്നതുപോലെ തന്നെ മനുഷ്യവിജയത്തിന്റെ അടിസ്ഥാന വിധാനമായ ആ വിഷയം വീണ്ടും ഉണർത്തി ബഹുദൈവ വിശ്വാസത്തിന്റെയും ബിംബാരാധനയുടെയും ഗൗരവാവസ്ഥ വ്യക്തമാക്കിയാണ് അധ്യായം അവസാനിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. എപ്പോഴും അള്ളാഹുവിനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ ശരിയായ വിധം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കണം തുടങ്ങിയ ഭാഗങ്ങളും സൂറത്തിന്റെ അവസാനം പരാമർശമാകുന്നുണ്ട്.
ഇത്രയുമാണ് ആമുഖമായി സൂറത്തുൽ അഅറാഫിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ആയത്തുകൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം സ്വാദ്. ഇതാണ് ഒന്നാമത്തെ. 3 അക്ഷരങ്ങളാണ് അല്ലേ? 3-4 അക്ഷരങ്ങളാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളുടെയും ആദ്യത്തിൽ ഇത്തരം കേവലാക്ഷരങ്ങൾ കാണാം. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും അറബിയിൽ. ഖണ്ഡിതാക്ഷരങ്ങൾ, കേവലാക്ഷരങ്ങൾ എന്നൊക്കെ. ഇത് നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ വിശദമായി പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞ വിവിധ അഭിപ്രായങ്ങൾ നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ഒരു വിഷയം സാന്ദർഭികമായി ചുരുക്കി പറയാം. അതായത് അല്ലാഹു തആല ഇങ്ങനെ ചില അക്ഷരങ്ങൾ സൂറയുടെ ആദ്യ ഭാഗത്ത് വെച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാവാം. ഒരഭിപ്രായമാണ്. വേറെ നിരവധി അഭിപ്രായങ്ങളുണ്ട്. അറബികളോടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത്. അറബി അക്ഷരമാലയിലെ ഇതുപോലെയുള്ള ചില അക്ഷരങ്ങൾ ചേർന്നുണ്ടായതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഖുർആൻ. നിങ്ങൾക്ക് അറബികളെ, നിങ്ങൾക്ക് ആ അക്ഷരങ്ങളെല്ലാം സുപരിചിതമാണല്ലോ. അറബി അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന തലമുതിർന്ന സാഹിത്യകാരന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഈ ഖുർആൻ ദൈവികമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുപരിചിതമായ, നിങ്ങൾ അമ്മാനമാടുന്ന ഈ അക്ഷരങ്ങളല്ലേ ഖുർആനിലുള്ളത്, അതേപോലെയുള്ളത് നിങ്ങളും കൊണ്ടുവരൂ. തത്തുല്യമായ സൂക്തങ്ങളെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിക്കുകയാണ് അല്ലാഹു തആല ഇത്തരം കേവലമായ അക്ഷരങ്ങൾ ആദ്യ ഭാഗത്ത് കൊടുത്തുകൊണ്ട് നടത്തുന്നത്. ഇതാണ് ഒരു അഭിപ്രായം. നമ്മൾ രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യന്റെ ഐഹികവും പാരത്രികവുമായ ജീവിത വിജയത്തിന് അടിസ്ഥാനമായ അള്ളാഹുവിന്റെ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ കേൾപ്പിച്ചപ്പോൾ എന്താണ് അവർ ചെയ്തത്? അവർ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ കഠിനമായി മർദ്ദിക്കാനും ബുദ്ധിമുട്ടിക്കാനും പ്രബോധന മാർഗത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കാനുമാണ് അവർ ശ്രമിച്ചത്. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി, വിഷമുണ്ടായി, മനോദുഃഖമുണ്ടായി, സങ്കടമുണ്ടായി. അല്ലാഹു തആല പറയുന്നത് എന്താ? നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടേണ്ടതില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സങ്കടപ്പെടേണ്ട, അവിടുത്തെ ആശ്വസിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥവും അതിലെ നിയമങ്ങളുമൊക്കെ പ്രബോധനം ചെയ്യുന്നതിൽ വല്ല വിഷമങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വരുന്നുവെങ്കിൽ ഒരുപാട് വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കരുത്. അത് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കാതെ ക്ഷമ മുറുകെ പിടിച്ച്, സഹനം മുറുകെ പിടിച്ച് പ്രബോധന രീതിയിൽ മുന്നേറുകയാണ് താങ്കൾ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു ഉപദേശിക്കുകയാണ്. സങ്കടപ്പെട്ടിരിക്കുകയല്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശമാണ്. സത്യനിഷേധികൾക്ക് അത് താക്കീതാണ്, സത്യവിശ്വാസികൾക്ക് ഉപദേശമാണ്. അത് എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് താങ്കളുടെ ഉത്തരവാദിത്വം. അത് താങ്കൾ നിർവഹിക്കുന്നുണ്ടല്ലോ, മതി. ഇനി താങ്കൾ അവർ വിശ്വസിക്കാത്തതിന് പേരെ സങ്കടപ്പെടേണ്ട. ആയത്ത് നോക്കൂ, രണ്ടാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സ്വദ്രിക ഹർജുൻ മിൻ ലിതുൻസിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. കിതാബുൻ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, കിതാബുൻ, ഇതൊരു ഗ്രന്ഥമാണ്, മഹത്തായ ഗ്രന്ഥമാണ്. ഉൻസില ഇലൈക, താങ്കൾക്ക് അവതരിപ്പിച്ചു തന്ന. അതുകൊണ്ട് ഫലാ യകുൻ ഫീ സ്വദ്രിക, അങ്ങയുടെ മനസ്സിലുണ്ടാവാതിരിക്കട്ടെ, ഹർജുൻ, ഒരു വിഷമം, മിൻഹു, ഈ ഗ്രന്ഥം സംബന്ധിച്ചൊരു വിഷമം താങ്കളുടെ മനസ്സിലുണ്ടാവാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥം പ്രബോധനം ചെയ്തിട്ട് അത് ആളുകൾ കേൾക്കാതിരിക്കുന്നത് സംബന്ധിച്ച് ഒരു വിഷമം താങ്കളുടെ മനസ്സിലുണ്ടാവാതിരിക്കട്ടെ. ഇതൊരു മഹൽ ഗ്രന്ഥമാണ്. എന്തിനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്? തുൻദിറ ബിഹി, താങ്കൾ അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകാൻ വിശ്വാസികളായ ആളുകൾ. വദിക്റാ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്താനുമാണ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ദിക്റാ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമായി അവതരിപ്പിക്കുക, ഓർമ്മിപ്പിക്കാൻ. ജനങ്ങള് സത്യം സ്വീകരിക്കാതെ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാരണം വലിയ വിഷമത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊന്നും മനോവേദന അനുഭവിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് അവിടുത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഇതുപോലെ വേറെയും ഒരുപാട് സൂറത്തുകളിൽ ഒരുപാട് ആയത്തുകൾ അല്ലാഹു തആല അവിടുത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. 11-ാം അധ്യായത്തിൽ 12-ാമത്തെ ആയത്ത്, 27-ാം അധ്യായത്തിൽ 70-ാമത്തെ ആയത്തിന് ഉദാഹരണങ്ങൾ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു, 3-ാമത്തെ ആയത്തിലേക്ക്. ഇനി ജനങ്ങളെ അഭിമുഖീകരിച്ച് അല്ലാഹു തആല ചില വിഷയങ്ങൾ പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങളുടെ സംരക്ഷകനായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഈ ഗ്രന്ഥം, പരിശുദ്ധമായ ഖുർആൻ.
അത് പിൻപറ്റുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഇരുലോക സൗഭാഗ്യത്തിന്റെ വിജയത്തിന്റെ നിദാനം. അതിനെതിരെ പ്രവർത്തിക്കുന്നവർ ആരായാലും അവർ നിങ്ങളുടെ ഗുണകാംക്ഷികളാണ് എന്ന് കരുതി അവരുടെ കൂടെ നിങ്ങൾ കൂടരുത്. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. വേണ്ടതുപോലെ ചിന്തിക്കാതെ അത്രക്കാരെ നിങ്ങൾ അനുകരിക്കരുത്. ഇങ്ങനെ ആളുകൾ മൊത്തം വിളിച്ചിട്ട് ഉപദേശം തരികയാണ് അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. ജനങ്ങളെ, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റണം, മാ ഉൻസില ഇലൈക്കും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു തന്ന ഈ പരിശുദ്ധമായ ഖുർആൻ, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ അവനല്ലാത്ത മറ്റു രക്ഷാധികാരികൾ നിങ്ങൾ പിൻപറ്റരുത്. വലാ തത്തബിഉ നിങ്ങൾ പിൻപറ്റരുത് മിൻ ദൂനിഹി അവനല്ലാത്ത ഔലിയാ മറ്റു രക്ഷാധികാരികളെ. അവർ നിങ്ങളെ ആളാണ്, നിങ്ങളെ ഭാഗക്കാരാണ്, നിങ്ങളെ സംരക്ഷിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞു വന്നേക്കാം. പക്ഷെ നിങ്ങൾ പിൻപറ്റരുത്. ഖലീലൻ മാ തദക്കറൂൻ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. ഖലീലൻ മാ തദക്കറൂൻ വളരെ കുറച്ച് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. എന്താണല്ലേ, ഏത് നിഷേധിയെയും കണ്ണു തുറപ്പിക്കുന്ന വിധം വളരെ സരളമായി വ്യക്തമായി താൻ പരിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ വിവരിച്ചു തരുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും മനസ്സ് കൊടുക്കാനും മനസ്സിലാക്കാനും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് മനുഷ്യനുള്ളത്. അതിനൊന്നും പല ആളുകളും തയ്യാറാകുന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ രംഗത്തേക്ക് വരുന്നുള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ പഠിക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും തയ്യാറാകുന്നുള്ളൂ എന്നർത്ഥം. അതാണ് ആ അവസാനത്തെ ഭാഗത്തിന്റെ ആശയം. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 4ഉം 5. അള്ളാഹുവിന്റെ സന്ദേശം സ്വീകരിക്കാനും അതിനെതിരെ ആര് നൽകുന്ന നിർദ്ദേശവും നിരാകരിക്കാനുമാണ് അള്ളാഹു ഇപ്പൊ പറഞ്ഞത്. ഇനി പറയുന്നത് അള്ളാഹുവിന്റെ ആ സന്ദേശം ധിക്കരിച്ചാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെ കുറിച്ചാണ്. ആ അനന്തര ഫലങ്ങളെ കുറിച്ചുള്ള താക്കീതാണ് ഇനിയുള്ള ആയത്തിൽ. ഈ സന്ദേശം ധിക്കരിച്ച ഒരുപാട് പൂർവ്വ സമുദായങ്ങൾ, മുൻകഴിഞ്ഞ സമുദായങ്ങൾ അള്ളാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ചിലരെ നശിപ്പിച്ചത് രാത്രി സമയത്താണ്, ചിലരെ നശിപ്പിച്ചത് സുഖിച്ചുകൊണ്ടിരിക്കുക ഉച്ച സമയത്ത് ഉച്ചയുറക്കത്തിനിടയിലാണ്. രാത്രി സമയത്ത് സുഖിച്ചുകൊണ്ടിരിക്കെ അല്ലെങ്കിൽ സുഖനിദ്രയിലായിക്കൊണ്ടിരിക്കെ നശിപ്പിക്കപ്പെട്ടവർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കോമ പോലെ. അതുപോലെ തന്നെ ഉച്ചയുടെ സമയത്ത്, മധ്യാഹ്ന സമയത്ത് വിശ്രമിക്കുന്ന ഉച്ചയുറക്കുന്ന സമയത്ത് നശിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്, ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ പോലെ. എന്നിട്ട് അവർക്ക് ശിക്ഷ വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ, തടയാൻ കഴിഞ്ഞോ? ഇല്ല. അവരാകെ ശിക്ഷകൾ വന്ന സമയത്ത് ആ കുറ്റം സമ്മതിച്ച് ആർത്ത് കരയുകയാണ് അവർ ചെയ്തത്. അതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു പ്രയോജനം അവരുടെ ധിക്കാരം കൊണ്ടോ നിഷേധം കൊണ്ടോ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അത് ഇഹലോകത്ത് അവർക്ക് ഏൽക്കേണ്ട ശിക്ഷയാണ്. അതുകൊണ്ട് കാര്യം തീരുമോ? ഇല്ല. പരലോകത്ത് ഇതിലേറെക്കടുത്ത ശിക്ഷയുണ്ട് അവർക്ക്. ഇതാണ് 4ഉം 5ഉം അല്ലാഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ ഫജാഅഹാ ബഅസുനാ ബയാതൻ ഔ ഹും ഖായിലൂൻ. വകം മിൻ ഖറിയത്തിൻ എത്രയെത്ര സമൂഹങ്ങളാണ്, എത്രയെത്ര നാടുകളാണ്. ഖറിയത്ത് എന്ന് പറഞ്ഞ നാട്. എത്രയെത്ര നാടുകളെയാണ് അഹ്ലക്നാഹ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ സന്ദേശം ധിക്കരിച്ചതിന്റെ പേരിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അത് അനുസരിക്കാത്തതിന്റെ പേരിൽ എത്രയെത്ര നാടുകളെയാണ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞത്. ഫജാഅഹ അങ്ങനെ ആ നാടുകൾക്ക് വന്നു ബഅസുനാ നമ്മുടെ ശിക്ഷ ബയാതൻ രാത്രി സമയത്ത്, ഔ ഹും ഖായിലൂൻ അല്ലെങ്കിൽ ഉച്ച സമയത്ത് അവർ വിശ്രമിക്കുമ്പോ, മധ്യാഹ്ന വേളയിൽ വിശ്രമിക്കുന്ന സമയത്ത്, ഉച്ചയുറക്കത്തിന്റെ സമയത്തോ, അതല്ല ബയാതൻ രാത്രിയിലോ ഒക്കെ നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തുകയുണ്ടായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫമാ കാന ദഅവാഹും ഇദ് ജാഅഹും ബഅസുനാ ഇല്ലാ അൻ ഖാലൂ ഇന്നാ കുന്നാ ളാലിമീൻ. നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ലാതെ ആർത്ത് കരയുകയല്ലാതെ വേറെന്താണ് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്? ഫമാ കാന ദഅവാഹും അവർ വിലപിക്കുക മാത്രമായിരുന്നു. എന്ത്? ഇത് ജാഅഹും ബഅസുനാ അവർക്ക് നമ്മുടെ ശിക്ഷ വന്ന സമയത്ത് അവരുടെ വിലാപം ആയിരുന്നില്ല. ഇല്ലാ അൻ ഖാലൂ അവർ പറയുന്നതല്ലാതെ ഇന്നാ കുന്നാ ളാലിമീൻ ഞങ്ങൾ അതിക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു നിശ്ചയം.
നിശ്ചയമായും ഞങ്ങൾ അക്രമാരികൾ തന്നെയാണ് എന്ന് പറഞ്ഞ് വിലപിക്കുകയല്ലാതെ മറ്റെന്താണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്? ഫമാകാന ദഅവാഹും, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നപ്പോ, ബഅസ് എന്ന് പറഞ്ഞ ശിക്ഷ അവർക്ക് വന്നപ്പോ നിശ്ചയം ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുക മാത്രമായിരുന്നു അവർ. അല്ലാതെ എന്താ ചെയ്യേണ്ടത്? ദഅവ എന്ന് പറഞ്ഞ ശരിക്ക് വാദം എന്നൊക്കെ അർത്ഥം. ഇവിടെ അവരങ്ങനെ പറഞ്ഞു വാദിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിലപിക്കുക എന്നർത്ഥം. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, നോക്കൂ, ഈ രണ്ട് സമയങ്ങൾ പ്രത്യേകം പറയാൻ കാരണമുണ്ട്. ബയാത്തൻ രാത്രിയിൽ എന്നും അല്ലെങ്കിൽ ഉച്ചയിറക്കുന്ന സമയത്ത് എന്നും. ഖാഇൽ എന്ന് പറഞ്ഞാൽ കൈലൂലത്തിന്റെ സമയം എന്നാണ് പറഞ്ഞിരുന്നത്. കൈലൂൽ എന്ന് പറഞ്ഞാൽ ഉച്ചയുറക്കും എന്നാണ്. കൈലു എന്ന് പറഞ്ഞാൽ കൈലൂലത്ത് ഉറങ്ങി. ഉച്ചയുടെ സമയത്ത് വിശ്രമമല്ലേ, പിന്നെ ഉച്ചയുടെ മുമ്പാണ് ശരിക്കും അതിന്റെ സമയം. തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ദുഹറാകുന്നതിന് മുമ്പ് കുറച്ചു നേരം ഉറങ്ങൽ സുന്നത്താണ്. കൈലൂല എന്ന് പറയുന്നത് അതാണ്. ഖായിലൂൻ, അവർ ഉച്ചയുറക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഉച്ചയുറക്കത്തിന്റെ ഇടയിൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഈ രണ്ട് സമയം എന്താ പ്രത്യേകമായി പറഞ്ഞത്? രണ്ടും വിശ്രമത്തിന്റെ സമയമാണ്, അല്ലെങ്കിൽ വിനോദത്തിന്റെ സമയമാണ്. വിശ്രമിക്കുമ്പോൾ റാഹത്തായിട്ട് മറ്റെല്ലാ ചിന്തകളും ഒഴിവാക്കി അല്ലെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ. അല്ലെങ്കിൽ രാത്രിയൊക്കെ പലരും ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ പല വിനോദങ്ങളിൽ ഏർപ്പെടും, അങ്ങനെയൊക്കെയുള്ള സമയമാണ്. ആ സമയത്ത് ശിക്ഷ വരുന്നു എന്ന് പറഞ്ഞത് വലിയ അപമാനമാണ്. ആ സമയത്ത് ശിക്ഷ വരുന്നത് ഗുരുതരമാണ്. ആളുകൾ അപ്പോൾ ആ സമയത്ത് അത്തരമൊരു ശിക്ഷയെക്കുറിച്ച് തീർത്തും അശ്രദ്ധരായി നിലകൊള്ളുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം അത് പറയാൻ കാരണം. എന്നാൽ നിങ്ങൾ ഓർക്കാതിരിക്കുന്ന സമയത്ത് ഓർക്കാപ്പുറത്തായിരിക്കും ശിക്ഷകൾ വരുന്നത്. അങ്ങനെയാണ് മുൻ കഴിഞ്ഞ സമൂഹങ്ങളെ നമ്മൾ നശിപ്പിച്ചത്. 6ഉം 7ഉം ആയത്തുകൾ നോക്കാം. ഏതെല്ലാം സമൂഹങ്ങളിലേക്ക് സന്ദേശങ്ങളുമായ റസൂലുകൾ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ സമുദായങ്ങളെ എല്ലാം അള്ളാഹു ചോദ്യം ചെയ്യും എന്നാണ് ഇനി പറയുന്നത്. എന്താ ചോദ്യം ചെയ്യുക? നിങ്ങൾക്ക് എന്റെ പ്രവാചകന്മാർ സന്ദേശങ്ങൾ എത്തിച്ചു തന്നിരുന്നോ ഇല്ലയോ? എത്തിച്ചു തന്നിരുന്നു എങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോ ഇല്ലയോ? ഇങ്ങനെയൊക്കെ പരലോകത്ത് അള്ളാഹുവോട് ചോദിക്കും. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ സ്ഥിതിയും. മുസ്ലിങ്ങളെയും അള്ളാഹു ചോദ്യം ചെയ്യും, നിങ്ങളുടെ കൃത്യം നിർവഹിച്ചിരുന്നോ? എന്നിട്ടാണ് അവരുടെ സമുദായത്തിന്റെ കാര്യത്തിൽ അള്ളാഹു തആല നീതിന്യായ നടപടികൾ കൈക്കൊള്ളും. മാത്രമല്ല, അവരുടെ എല്ലാ പ്രവൃത്തികളും ശരിക്കും റബ്ബ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പരലോകത്ത് വെച്ച് അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നും പറയുന്നു. അള്ളാഹു അറിയാതെയോ കാണാതെയോ ഒന്നും വിട്ടുപോകുന്നില്ലല്ലോ. എല്ലാം അള്ളാഹു കാണുന്നത്. ആ കണ്ടതൊക്കെ ഉണ്ടാവും. ഖിയാമത്താണ് അവനെ ഒപ്പിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇതാണ് 6ലും 7ലും ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلنسألن الذين أرسل إليهم ولنسألن المرسلين ولنقصن عليهم بعلم وما كنا غائبين. فلنسألن, നിശ്ചയമായും നമ്മൾ ചോദിക്കും, അല്ലദീന ഉർസില ഇലൈഹിം, ഏതേത് സമൂഹങ്ങളിലേക്ക് ആരുടെയൊക്കെ അടുക്കിലേക്ക് നാം ദൂതന്മാരെ അയച്ചിരുന്നുവോ അവരോടൊക്കെയും നാം ചോദിക്കും. അല്ലദീന ഉർസില ഇലൈഹിം എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ അടുത്ത് പ്രവാചകന്മാരെ നമ്മൾ അയച്ചിട്ടുണ്ട് അവരോടൊക്കെ നമ്മൾ ചോദിക്കും. പിന്നെയോ വലനസ്അലന്ന, നിശ്ചയമായും നമ്മൾ ചോദ്യം ചെയ്യും അൽ മുർസലീൻ, പ്രവാചകന്മാരെ തന്നെയും ദൂതന്മാരെയും അവരെ ഏതൊക്കെ സമൂഹങ്ങളിലേക്ക് അയച്ചത് ആ സമൂഹങ്ങളെയും നമ്മൾ ചോദ്യം ചെയ്യും. എന്നിട്ട് വലനഖുസ്സന്ന അലൈഹിം, നമ്മൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യും. ബിഇൽമിൻ, ശരിയായ അറിവനുസരിച്ച് നമ്മൾ അവർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്യും, വസ്തുതകൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം വമാ കുന്നാ ഗായിബീൻ, നാം അപ്രത്യക്ഷമാവുകയേ ചെയ്തിട്ടില്ലായിരുന്നു, ഒട്ടും മറഞ്ഞു പോയിരുന്നില്ല. ഇല്ല, അള്ളാഹു തആല എവിടെയും മറഞ്ഞു പോയിരുന്നിട്ടില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണെന്നർത്ഥം. ആ കണ്ട കാര്യങ്ങൾ നല്ല ബോധ്യത്തോടുകൂടി ശരിയായ അറിവ് പ്രകാരം നമുക്ക് വിവരിച്ചു തരും. നമ്മുടെ ഏടങ്ങട്ട് തരല്ല മുമ്പിൽ, ഏടങ്ങട്ട് നീട്ടി പരത്തി അത് വെച്ചു തരും. ഇതാ നോക്ക്, നീ വായിച്ച് നീ ചെയ്തത്, നീ പ്രവർത്തിച്ചു. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുന്ന ആ സമയത്ത് നീ ഞങ്ങൾക്ക് കാവലാകണം റബ്ബേ. ജനസമൂഹങ്ങളോടും പ്രവാചകന്മാരോടും നടത്തപ്പെടുമെന്ന് പറഞ്ഞ ചോദ്യം രണ്ടും രണ്ട് രീതിയിലാണ്. സമൂഹങ്ങളോടുള്ള ചോദ്യം അവരെ പേടിപ്പിക്കാനാണ്.
അവരെ പാഠം ഉൾക്കൊള്ളാനാണ്. പ്രത്യേകിച്ച് ഈ സത്യനിഷേധികൾ, പാപികൾ, ഇവരോടൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണ്. അവരെ പേടിപ്പിക്കുക, അങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, അവർ രക്ഷപ്പെടുന്നില്ല. ഇല്ല, അവർക്ക് ചെയ്തത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് ശിക്ഷ ഉണ്ടാവുക ആ ചോദ്യത്തിന് ശേഷം. പക്ഷേ മുർസലുകളോട് ചോദ്യം അങ്ങനെയല്ല. മുർസലുകളോടുള്ള ചോദ്യം അത് വെറുമൊരു പേരിനൊരു ചോദ്യമാണ്. ആ ചോദ്യം കാരണം അവരുടെ ദർജകൾ ഉയരുകയാണ് ചെയ്യുക, അവർക്ക് കൂലി കൂടുതൽ ലഭിക്കുകയാണ് ചെയ്യുക. അല്ലാതെ മറ്റുള്ള ജനസമൂഹങ്ങളോട് ചെയ്യുന്നത് പോലെയുള്ള ചോദ്യമല്ല എന്നർത്ഥം. രണ്ടും രണ്ടാണ്. നാം അപ്രത്യക്ഷമാവുകയേ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ ചലനങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന് സാക്ഷിയാണ്. മനുഷ്യൻ ചെയ്തതായ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും, അത് കുറഞ്ഞതാവട്ടെ കൂടിയതാവട്ടെ നിസ്സാരമാവട്ടെ വലിയതാവട്ടെ, എന്തും അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കും. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാണ് ഈ ആയത്തിന് തഫ്സീർ ചെയ്തത്. ഇത്തരം ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് വേറെയും പല സൂറകളിലും ആയത്തുകളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻആം നമ്മൾ പഠിച്ച 130-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ മഅശറൽ ജിന്നി വൽ ഇൻസി അലം യഅതികും റസൂലുൻ മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി വയൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ ഖാലൂ ശഹീദ്നാ അലാ അൻഫുസിഹിം വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. പ്രവാചകന്മാർക്ക് വന്നിരുന്നില്ല എന്നവർ ചോദിക്കും. അവർ പറയും വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അന്ന് വിശ്വസിക്കുന്നു, എന്താ ചെയ്യാ, ഞങ്ങൾ പെട്ടുപോയി എന്ന് പറഞ്ഞു. എന്റെ സന്ദേശങ്ങൾ നിങ്ങൾ അവർക്ക് എത്തിച്ചും വിവരിച്ചും കൊടുത്തപ്പോ എന്തായിരുന്നു അവരുടെ പ്രതികരണം എന്ന് പ്രവാചകന്മാരോടും ചോദിക്കും എന്ന് 5-ാം അധ്യായത്തിൽ 109-ലുണ്ട്. അതായത് സൂറത്തുൽ മാഇദയിൽ 109 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൗമ യജ്മഉ അല്ലാഹു അർ-റുസുല ഫയഖൂലു മാദാ ഉജിബ്തും ഖാലൂ ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ്. അല്ലാഹു പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തപ്പോൾ എന്ത് മറുപടിയാണ് അവർ പറഞ്ഞതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതാണ് 109-ാമത്തെ. അപ്പൊ ഇത് വേറെയും പല സ്ഥലത്തുള്ളവർ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൂട്ടരോടും ചോദ്യമുണ്ടാവും. ഇനി 8ഉം 9ഉം ആയത്തോട് നോക്കാം. ചോദ്യമുണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. ചോദ്യം ചെയ്യൽ മാത്രമല്ല, ഓരോരുത്തരുടെയും കർമ്മങ്ങൾ കൃത്യവും കണിശവുമായി തൂക്കി കണക്കാക്കും എന്നുകൂടിയാണ് ഇത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, തൂക്കും എന്ന് ആയത്ത് പഠിച്ചതിന്റെ വിശദീകരിക്കും. 8ഉം 9ഉം ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ വസ്നു യൗമഇദിൽ ഹഖ് فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. اللهم لا تجعلنا من الذين يا رب. നന്മകൾക്ക് അനുഭവമുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തണമെന്ന് ആയത്തോടൊന്നും അങ്ങനെ ഓടിപ്പോകാൻ കഴിയുന്നില്ല. അന്ന് തൂക്കും എന്നാണ് പറഞ്ഞത്. അന്ന് മനുഷ്യരുടെ പ്രവൃത്തികൾ തൂക്കും എന്നത് സത്യമാണ്. ആർക്കും അവിശ്വാസമില്ല. അല്ലാഹു തആല പച്ചക്ക് പറയുമ്പോൾ എന്തിനാ നിങ്ങൾ ധിക്കരിക്കുന്നത്, നിഷേധിക്കുന്നത്? എന്താ ഇനി നിങ്ങൾ വിശ്വസിക്കാത്തത്? വൽവസ്നു തൂക്കുമെന്നത് യൗമഇദിൻ അന്നേ ദിവസം കർമ്മങ്ങൾ തൂക്കുമെന്നത് ഹഖ്ഖുൻ അൽ ഹഖ്ഖു അത് സത്യമാണ്. ഫമൻ തഖുലത് മവാസീനുഹു ആരുടെ കർമ്മങ്ങളാണോ ആരുടെ തുലാസാണോ തൂക്കം കൂടുന്നത് ഫൗലായിക നിശ്ചയം അപ്പോൾ അക്കൂട്ടർ ഹുമുൽ മുഫ്ലിഹൂൻ അവർ തന്നെയാണ് ജയിച്ചവർ. വമൻ ഖഫ്ഫത് മവാസീനുഹു ആരുടെ തുലാസാണോ കനം കുറയുന്നത് ഫൗലായിക അപ്പോൾ അക്കൂട്ടർ അല്ലദീന ഖസിറൂ അൻഫുസഹും അവർ ആത്മനഷ്ടം വരുത്തിയവരാണ്. ആത്മനഷ്ടം വരുത്തിയവരാണ്, സ്വന്തത്തിന് നശിപ്പിച്ചവരാണവർ, സ്വന്തത്തിന് തന്നെ നാശം വരുത്തിയവരാണവർ. എന്തേ കാരണം? ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അവർ അനീതി പ്രവർത്തിച്ചിരുന്നത് കാരണം. ബിമാ കാനൂ അവർ ആയിരുന്നത് കൊണ്ട്, ബിആയാതിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ യദ്ലിമൂൻ അതിക്രമം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അവർ അതിക്രമം പ്രവർത്തിച്ചിരുന്നു എന്ന കാരണം സ്വന്തത്തിന് നഷ്ടം വരുത്തി വെച്ചവരാണ് അവർ. ആര്? തുലാസ് കനം കുറഞ്ഞ ആളുകൾ, നന്മയുടെ കട്ടി കനം കുറഞ്ഞവർ.
നന്മയുടെ തുലാസ് കനം തൂങ്ങിയവർ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. ആ കൂട്ടത്തിൽ നിങ്ങൾ പെടുത്തുന്ന റബ്ബേ ആമീൻ റബ്ബൽ ആലമീൻ. ഖിയാമത്ത് നാളിൽ എല്ലാവരുടെയും കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കും. ഇത് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും വിശദമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ ആയത്തിലുണ്ട്. സൂറത്തുൽ ഖാരിഅയിലെ 6 മുതൽ 11 വരെ ആയത്തിലുണ്ട്. നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന ചെറിയ സൂറയാണത് സൂറത്തുൽ ഖാരിഅ. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. നഊദു ബില്ലാഹ്. കാക്കന റബ്ബേ, എന്താണ് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര വട്ടം ഓതിയ സൂറയാണത്? ആവർത്തിച്ച് ഓതുന്ന സൂറയല്ലേ? ആരുടെയെങ്കിലും നന്മയുടെ തുലാസ് തൂക്കം കൂടിയാൽ അവൻ സുഖസമ്പൂർണമായ ജീവിതത്തിലാണവൻ. അമ്മാമൻ ഖഫ്ഫത് മവാസിനുഹു, അത് കുറഞ്ഞാലോ, കനം കുറഞ്ഞാലോ, ഫഉമ്മുഹു ഹാവിയ, നരകമാണ് അവന്റെ സങ്കേതം. എന്താ നരകമെന്നറിയുമോ? നാറുൻ ഹാമിയ, തിളച്ചു പൊങ്ങുന്ന അതിചൂടുള്ള തീയാണത്. കാക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ നീതി ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇങ്ങനെ പരലോകത്ത് വെച്ച് ഓരോരുത്തരുടെയും കർമ്മങ്ങൾ തൂക്കി ബോധ്യപ്പെടുത്തുന്നത് കണക്കാക്കുന്നത്. അള്ളാഹുവിന് അതിന് ആവശ്യമുണ്ടായിട്ടില്ല, പടച്ചവന് അതിന്റെ ആവശ്യമുള്ളൂ. ഓരോരുത്തർക്കും ബോധ്യപ്പെടണം, എനിക്ക് അർഹിക്കുന്നത് തന്നെയാണ് കിട്ടിയത്, ഞാൻ ചെയ്തത് എനിക്ക് ബോധ്യപ്പെടണം. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തും. നന്മ കൂടിയവനെ സ്വർഗത്തിലേക്കും കുറഞ്ഞവനെ നരകത്തിലേക്കുമായിട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. തൂക്കും എന്നത് ഉറപ്പാണ്. ഇനി ഈ തുലാസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അമല് തൂക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പരലോകത്തെ ഏത് കാര്യങ്ങൾ എന്ന പോലെ തന്നെ ഇതും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. പ്രത്യേകിച്ച് പരലോകം ഈ ലോകത്തുള്ള എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണല്ലോ അവിടുത്തെ നടപടികൾ. അത് അള്ളാഹു എന്താ പറഞ്ഞ, റസൂൽ എന്താ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശ്വസിക്കുന്നു. എങ്ങനെയായിരിക്കും അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. അത് മനുഷ്യന്റെ ബുദ്ധിക്കോ മറ്റോ ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ രൂപപ്പെടുത്താൻ കഴിയാത്തത്. പിന്നെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇന്നത്തെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, എന്തെല്ലാം അളക്കാനും തൂക്കാനും സംവിധാനമുണ്ട് അല്ലേ? തണുപ്പ് അളക്കാൻ സംവിധാനമുണ്ട്, കാറ്റളക്കാനുണ്ട്, വൈദ്യുതി അളക്കാനുണ്ട്, ഓരോ മെഷീനിന്റെയും പ്രവർത്തനങ്ങൾ അളക്കാൻ, അതിന്റെ ശക്തി അളക്കാനുള്ള അളവുകളുണ്ട്, തൂക്കങ്ങളുണ്ട്, ശേഷി അളക്കാൻ, ഊർജം അളക്കാൻ, ശബ്ദം അളക്കാൻ, പണ്ട് കാലത്ത് ഊഹിക്കാൻ പോലും കഴിയാത്ത പല സംഗതികളുടെയും അളവും തൂക്കവും കണക്കാക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ച മനുഷ്യരെയും അവരുടെ കഴിവുകളെയും സാഹചര്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹുവിന് മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കാൻ എന്ത് പ്രയാസമാണ് ഉണ്ടാവുക? അവിടെ സംവിധാനങ്ങൾ ഉണ്ടാവും. ഹക്കാണ്. അപ്പോ ഈ തുലാസിനെ പറ്റി, ഈ തൂക്കലിനെ പറ്റി അള്ളാഹു റസൂൽ എന്തേ പറഞ്ഞു, അതേപോലെ വിശ്വസിക്കുക. അതാണല്ലോ മുഅ്മിൻ ചെയ്യേണ്ടത്. രൂപം എങ്ങനെയാണ്, വലിപ്പം എങ്ങനെയാണ് നമ്മുടെ ചർച്ചാ വിഷയമല്ല. തുലാസും തൂക്കലും തന്നെയുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങളിൽ പല ആളുകളും പ്രബല അഭിപ്രായമായി പറഞ്ഞത്. അങ്ങനെ തന്നെ ഉണ്ട്. നിരവധി ഹദീസുകൾ അത് സംബന്ധമായിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് ഇവിടെ ആ ഒരു തഫ്സീർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും അങ്ങനെ തന്നെ നടക്കും. തുലാസും തൂക്കലും അങ്ങനെ തന്നെ നടക്കും. ഓരോ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ അമലുകൾ തൂക്കി കണക്കാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കും. അപ്പോഴല്ലേ ആ നീതിപാലനം കൂടുതൽ പ്രകടമാവുക. ഇനി എന്താണ് തൂക്കുക? അതിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തികളാണോ തൂക്കുക, അതല്ല എഴുതിയ ഏടുകളാണോ തൂക്കുക, അതുമല്ല മനുഷ്യനെ തന്നെയാണോ തൂക്കുക? ഇങ്ങനെ 3 അഭിപ്രായങ്ങൾ അവിടെയുമുണ്ട്. 3ഉം തൂക്കാൻ സാധ്യതയുണ്ട് എന്നും അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ 3 അഭിപ്രായങ്ങൾക്ക് ഒരു വൈരുദ്ധ്യവുമില്ല എന്നും മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 10ാമത്തെ ആയത്തിലേക്ക് കടക്കുക. അള്ളാഹുവിന്റെ സന്ദേശം ധിക്കരിച്ച് തോന്നിയതുപോലെ ജീവിച്ചാൽ 2 ലോകത്തും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുകയാണ് ഇതുവരെ അള്ളാഹു തആല ചെയ്തത്. ഇനി
ആ സന്ദേശം സ്വീകരിക്കാൻ മനുഷ്യരെ ശക്തമായി പ്രേരിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്ത് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കിവിടെ അല്ലാഹു തആല എല്ലാ സൗകര്യം ചെയ്യുന്നില്ലേ മനുഷ്യന്മാരെ? യഥേഷ്ടം വിഹരിക്കാൻ സൗകര്യം ചെയ്യുന്നില്ലേ? ഇഷ്ടപ്പെട്ട ജീവിത മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ ഭൂമിയിൽ അല്ലാഹു തആല ചെയ്തു തന്നില്ലേ? അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളെന്തേ കുറച്ചാളുകൾ മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ? മനുഷ്യർ കൃഷി ചെയ്യുന്നുണ്ട്, ഭൂമിയെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പലതിനും ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ അല്ലാഹു തആല ഭൂമിയെ സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കിണർ കുഴിക്കാം, കുളം, റോഡ്, തോട്, കനാല് അതൊക്കെ ഉണ്ടാക്കാം. അതേപോലെ എണ്ണ, കൽക്കരി, ലോഹങ്ങൾ, രത്നങ്ങൾ മുതലായ പലതും ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ പലതും പ്രോസസ് ചെയ്യുന്നുണ്ട്. കാടുകളിലും മറ്റുമൊക്കെ സമൃദ്ധമായി തഴച്ചു വളരുന്ന വൃക്ഷങ്ങളുണ്ട്, മറ്റു ചെടികളുണ്ട്, സസ്യലതാദികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പല ടൈപ്പ് ജന്തുജാലങ്ങളെ അല്ലാഹു തആല നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്. ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താനായി നെല്ല്, ഗോതമ്പ് തുടങ്ങി നിരവധി ധാന്യങ്ങൾ, ഒരുപാട് പഴവർഗ്ഗങ്ങൾ, പലവിധ ഭക്ഷണപാനീയങ്ങൾ, നിരവധി പച്ചക്കറി സാധനങ്ങൾ എല്ലാം സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ അവർണ്ണനീയമായി നീണ്ടുപോകുന്നു അല്ലാഹു നൽകിയ ജീവിതോപകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ. ഇതിനെല്ലാം നമ്മൾ എത്ര നന്ദി ചെയ്താലും മതിയാവോ? ഇല്ല. എന്നിട്ടും നിങ്ങൾ കുറച്ച് മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ. പല ആളുകളും അല്ലാഹുവിനെ ധിക്കരിച്ച് മറന്ന് തോന്നിയതുപോലെ നടക്കുകയാണ്. എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? 10-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലൻ മാ തശ്കുറൂൻ. വലഖദ് മക്കന്നാകും ഫിൽ അർളി, നിങ്ങൾക്ക് നാം ഭൂമിയിൽ എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ട്. മക്കന എന്ന് പറഞ്ഞാൽ ശരിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. എല്ലാ സൗകര്യങ്ങളും മക്കന്നാകും, നമ്മൾ നിങ്ങൾക്ക് സൗകര്യം തന്നു. വജഅൽനാലക്കും, നാം അതിൽ നിങ്ങൾക്ക് വേണ്ടി ഫീഹാ, ആ ഭൂമിയിൽ നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട് മആയിഷ, ഉപജീവന മാർഗങ്ങൾ. മഈശത്തുൻ എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം, അതിന്റെ പ്ലൂറലാണ് മആയിഷ്. നിങ്ങൾക്ക് ആ ഭൂമിയിൽ നമ്മൾ ഉപജീവന മാർഗങ്ങൾ സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനൊക്കെ ചെയ്തിട്ടും ഖലീലൻ മാ തശ്കുറൂൻ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഒരിക്കലും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണ് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. നമ്മുടെ ശരീരത്തിലായാലും നമ്മുടെ സ്വന്തം നഫ്സിലായാലും ഈ ഭൂമിയിലായാലും നമുക്ക് വേണ്ടി ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കോടാനുകോടിയാണ്. ഒരു അനുഗ്രഹത്തിന്റെ പിന്നിൽ തന്നെ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ വേറെയാണ്. അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ പുറപ്പെട്ടാൽ കഴിയില്ല നിങ്ങൾക്ക്. എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണ്, ഒക്കെ എന്റെ വകയാണ്, ഞാൻ പഠിച്ചെടുത്തതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ കണ്ണാണ്, എന്റെ കാതാണ്, എന്റെ ബ്രെയിനാണ്, എന്റെ ശരീരമാണ്. ആരാ ഇതൊക്കെ തന്നത്? ആരാണ് ഇതിന് ഫങ്ഷനാലിറ്റി കൊടുത്തത്? വളരെ നല്ല കണ്ടീഷനിൽ ഇതൊക്കെ വർക്ക് ചെയ്യിക്കുന്നത് ആരാണ്? അല്ലാഹു അല്ലേ? ഒരു കണ്ണെന്ന നിയമത്ത് മാത്രം എടുത്താൽ എത്രയോ നിയമത്തുകൾ അതിന്റെ ഓരോന്നുമായി കണക്റ്റഡായി കിടക്കുന്നത് വിശദമായി പറയാൻ സമയമില്ല. കഴിയുന്ന ആളുകൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പഠിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള നിയമത്ത്, ഇവിടെ ഉപജീവനത്തിന് വേണ്ടി നമുക്ക് റബ്ബ് ചെയ്തു തന്ന സംവിധാനങ്ങൾ, ഈ ഭൂമിയെ നമുക്ക് താമസയോഗ്യമാക്കി തന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഖലീലൻ മാ തശ്കുറൂൻ. സൂറത്ത് ഇബ്രാഹിം 34 ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ളലൂമുൻ കഫാർ. അതിന്റെ ആദ്യം വആതാകും, അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, മിൻ കുല്ലി മാ സഅൽതുമൂഹു, നിങ്ങൾ ചോദിച്ചതെല്ലാം. ആ പറഞ്ഞതൊരു വല്ലാത്ത പ്രയോഗമാണ്. നമ്മൾ ചോദിച്ചത് തന്നു. നമ്മൾ ചോദിക്കാത്തതാണ് റബ്ബ് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അധികവും നമ്മൾ ചോദിക്കാതെ നമുക്ക് കിട്ടിയതാണ്. എന്നിട്ടും പടച്ചോൻ പറയണം നിങ്ങൾ ചോദിച്ചൊക്കെ തന്നു എന്ന്. എന്തായാലും അർത്ഥം, നിങ്ങൾ മറുവശമാണ് ചിന്തിക്കേണ്ടത്. ചോദിക്കാതെ തന്ന നിഅമത്തുകൾ ഒരുപാടുണ്ട്. നമ്മളുടെ ഈ ജീവൻ, നമ്മളുടെ കണ്ണ്, കാത്, നമ്മുടെ അനക്കം, അടക്കം, ബ്രെയിന്, തലച്ചോറ്, മനസ്സ്, ചിന്ത, ഇതൊക്കെ നമ്മൾ ചോദിക്കണം റബ്ബ് ഇങ്ങനെ നമുക്ക് തന്നത് അല്ലല്ലോ. അല്ലാഹു തആല ഓശാരമായി തന്നതല്ലേ. സുബ്ഹാനല്ലാഹ്. ഭൂമിയെ ഈ രൂപത്തിലാക്കിയത് നമ്മൾ ചോദിച്ചിട്ടാണോ? നമ്മുടെ ശരീരത്തിന്റെ കളർ നമ്മൾ ചോദിച്ചിട്ടാണോ? അങ്ങനെ കുറച്ചുകൂടി നല്ല കളർ വേണമെന്ന് ആവശ്യപ്പെടാമായിരുന്നല്ലോ. അള്ളാഹു നമുക്ക് കനിഞ്ഞു തന്നതാണ്.
ചോദിക്കാതെയാണ് പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തെന്ന് പറയാൻ നിങ്ങൾ ചോദിച്ചെടുക്കാൻ തന്നു. അങ്ങനൊക്കെ ആയിട്ട് മനുഷ്യൻ മനുഷ്യൻ അക്രമം കാണിക്കുക. ഇതൊന്നും മനസ്സിലാക്കാതെ റബ്ബിനെ ധിക്കരിക്കുകയാണ്, റബ്ബിനെ ചീത്ത പറയുകയാണ്, ഖുർആൻ നിഷേധിക്കുകയാണ്, പ്രവാചകന്മാരെ ധിക്കരിക്കുകയാണ്, വിശ്വസിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാവാതെ നടക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നിഅമത്തുകൾ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന് നന്ദിയുള്ളവരാവണം. ആ റബ്ബ് തരാത്ത ഒന്നും നമ്മുടേതായിട്ട് നമുക്കില്ല. നമ്മൾ സാങ്കേതികമായി എന്റേതാണെന്ന് പറയാൻ വെറുതെ പറയാൻ, അത് വാക്കിൽ മാത്രമാണ്. എല്ലാം അള്ളാഹുവിൻ്റെ. എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ പെണ്ണ്, എന്റെ മക്കൾ, എന്റെ ജോലി, എന്റെ വാഹനം ഒക്കെ എന്റേതെന്ന് പറയുന്നത് വെറുതെ പറയാണ്. റബ്ബിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ. എല്ലാറ്റിനും നന്ദിയുള്ളവരാവണം. അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താലാണ് ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു വേറെ കൊടുക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിയമത്തുകൾ, തന്ന നിയമത്തുകൾ പടിയിറങ്ങിപ്പോയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഉള്ള നിയമത്തുകൾ കീപ്പ് ചെയ്യാൻ, അതിനെ നന്ദി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരാം. അതൊരു പൊതു തത്വമാണ്. ഒരാൾ എന്തൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ നന്ദി ചെയ്യുക എന്ന്. സാക്ഷാൽ തമ്പുരാനോട് ഒരിക്കലും നന്ദിയുള്ളവരായി മാറരുത് നമ്മൾ. അടുത്ത ആയത്തിലേക്ക് പോകാം. 11-ാമത്തെ ആയത്ത്. മനുഷ്യന് സർവശക്തനായ കാരുണ്യവാനായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചാണല്ലോ കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത്. ഇനി മനുഷ്യനു തന്നെ അല്ലാഹു തആല നൽകിയ മഹത്വം ആണ് 11-ാമത്തെ ആയത്തിൽ പറയുന്നത്. മനുഷ്യരുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പടച്ചു. എന്നിട്ടോ പരിശുദ്ധരായ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിച്ചു. ഇത് വലിയൊരു സംഭവമല്ലേ? മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു ബഹുമതിയാണിത്, വലിയൊരു ബഹുമതിയാണിത്. മനുഷ്യനെ പടച്ചിട്ട് ശ്രേഷ്ഠരായ മലായിക്കളെ കൊണ്ട് സുജൂദ് ചെയ്യിച്ചു എന്ന് പറഞ്ഞത് മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണ്. ഭൂമിയിൽ അല്ലാഹു തആല പല സുഖ സൗകര്യങ്ങളും ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഉത്ഭവം മുതൽക്കേ ആ വർഗത്തെ അല്ലാഹു തആല ഉത്കൃഷ്ടമാക്കി വെച്ചിട്ടുണ്ട്. ആ ഉത്കൃഷ്ടതയിലുള്ള അസൂയ കാരണം മനുഷ്യന് ഒരു ആജീവനാന്ത ശത്രു കൂടി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. ആയത്ത് നോക്കാം. 11-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് ലം യകുൻ മിനശ് സാജിദീൻ. വലഖദ് ഖലഖനാകും, നിശ്ചയം നിങ്ങളെ നാം സൃഷ്ടിച്ചു. സുമ്മ, എന്നിട്ട് സവ്വർനാകും, നിങ്ങളെ നാം രൂപപ്പെടുത്തി, രൂപകൽപ്പന ചെയ്തു. സുമ്മ, എന്നിട്ട് പിന്നീട് ഖുൽനാ, നമ്മൾ പറഞ്ഞു, ലിൽ മലായികത്തി, മലായികത്തുകളോട്, ഉസ്ജുദൂ, നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന്, ലി ആദമ, ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചു. അപ്പോഴോ വസജദൂ, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ, ലം യകും മിനസ് സാജിദീൻ, അവൻ സുജൂദ് ചെയ്തവരിൽ പെട്ടില്ല. മനുഷ്യപിതാവായ ആദം നബി അലൈഹി ഇസ്ലാം, ആദം നബി അലൈഹി ഇസ്ലാമിന് മലക്കുകളോട് അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞു അവിടുത്തെ സൃഷ്ടിച്ചതിന് ശേഷം. പക്ഷേ ഇബ്ലീസ് നിരസിച്ചു. ഈ സംഭവം പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. ഗൗരവം സൂചിപ്പിക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്, സൂറത്തുൽ ഇസ്രായിലുണ്ട്, സൂറത്തുൽ കഹ്ഫിലുണ്ട്, സൂറത്ത് ത്വാഹയിലുണ്ട്, സൂറത്ത് സ്വാദിലുണ്ട്. സൂറത്ത് സ്വാദിലും ഹിജ്റിലും താരതമ്യേന കൂടുതൽ വിശദീകരണമുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ആ സംഭവം വിശദമായി പറഞ്ഞത് ഈ സൂറത്തുൽ ആറാഫിലാണ്. പല രൂപത്തിൽ ഈ സംഭവം ആവർത്തിച്ച് പറഞ്ഞിട്ട് ഈ ഒരു അനുഗ്രഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയും അല്ലാഹു തആല ചെയ്യുകയാണ്. ഇത് വലിയൊരു നിഅമത്താണ്, നമ്മളെപ്പോഴും ആലോചിക്കേണ്ട നിഅമത്താണ്. ഇത്തരം വിഷയങ്ങൾ ഒരു വട്ടം പറഞ്ഞിട്ട് പിന്നെ പറയാതിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ശ്രദ്ധ വിട്ടുപോകില്ലേ? അതുകൊണ്ട് അല്ലാഹു തആല വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു റഹ്മാനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാന എന്ന് നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അല്ലാഹു തആല. അതിന്റെ പിന്നിൽ അതാണ്. ആ നിഅമത്തുകൾ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ഹാളിറാക്കണം നമ്മൾ. അതങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അല്ലാഹുവിന് നന്ദിയുള്ളവരാവണം. വലഖദ് ഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ താല്പര്യം. സൃഷ്ടിക്കാനുള്ള മണ്ണെടുത്തിട്ട് എന്നിട്ട് അതിന് മനുഷ്യ രൂപം നൽകി, അതിനെ പാകപ്പെടുത്തി. സുമ്മ സവ്വർനാകും, അതാണ് രൂപം നൽകി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപം നൽകി എന്ന് പറഞ്ഞു. അതിനുശേഷം റൂഹ് നൽകി, എന്നിട്ടാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്.
എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ ലം യകുൻ മിനസ് സാജിദീൻ. ഇബ്ലീസ് ഒഴികെ അവൻ സുജൂദ് ചെയ്തില്ല. അപ്പോ നേർവഴിയിൽ നിന്ന് നിങ്ങളെ എന്നും അകറ്റിക്കളയാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശത്രു നിങ്ങൾക്കുണ്ട്. ആ ശത്രുവാണ് ഇബ്ലീസ് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. വിശദമായി അവന്റെ കാര്യം ഇനി പറയുന്നുണ്ട്, എങ്ങനെയാണ് അവൻ നിങ്ങൾക്ക് ശത്രുവായത് എന്ന്. തുടക്കം മുതലേ ശത്രുവാണ്. മനുഷ്യനെ ആദരിക്കാൻ അവൻ തയ്യാറായില്ല. അപ്പൊ നമ്മളെ പേപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഇവിടെ ഈ ആദ്യം മനസ്സിലാക്കി തരുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, മലക്കുകൾ ചെയ്ത ഈ സുജൂദ്, അത് എന്ത് സുജൂദായിരുന്നു? അങ്ങനെ പടപ്പുകൾക്കാണ് സുജൂദ് ചെയ്യാൻ പറ്റുമോ? 3 അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, ഇവിടെ സുജൂദ് കൊണ്ടുള്ള ഉദ്ദേശം ആദം നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിക്കുകയും മഹാനവറുകളോട് വിനയം കാണിക്കുകയും ചെയ്യുക എന്നാണ്. അല്ലാതെ നെറ്റി ഭൂമിയിൽ വെച്ചുകൊണ്ടുള്ള സുജൂദ് അല്ല എന്നാണ് ഒരു അഭിപ്രായം. ഓക്കെ. രണ്ടാമത്തെ അഭിപ്രായം, ഇത് സാക്ഷാൽ സുജൂദ് തന്നെയാണ്, പക്ഷേ അത് അള്ളാഹുവിനാണ് അവർ ചെയ്തത്. ആദം നബി അലൈഹി സ്വലാം അവർക്ക് ഖിബല പോലെ ആയിരുന്നു. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തേത്, ഇത് സാക്ഷാൽ സുജൂദ് തന്നെയാണ്, അത് ആദം നബിക്ക് തന്നെയാണ് അവർ ചെയ്തത്, പക്ഷേ അത് ഇബാദത്തിന്റെ സുജൂദായിരുന്നില്ല, കേവലം ബഹുമാനത്തിന്റെ സുജൂദ് മാത്രമായിരുന്നു. ഇതാണ് ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി പ്രബലമാക്കിയ അഭിപ്രായം. മുസ്ലിം ലോകത്തിന് ഇജ്മാ ഉണ്ട് ഇത് ബഹുമാനത്തിന്റെ സുജൂദായിരുന്നു എന്നതിന്. പറഞ്ഞാൽ മുസ്ലിം ലോകം ഏകകണ്ഠമായ അഭിപ്രായപ്പെട്ട അംഗീകരിച്ച വസ്തുതയാണത്. ഇത് സാക്ഷാൽ സുജൂദ് തന്നെ, ആദം നബിക്ക് തന്നെയാണ് ചെയ്തത് അലൈഹിസ്സലാം, പക്ഷേ ഇബാദത്തിന്റെ സുജൂദല്ല, ബഹുമാനത്തിന്റെ സുജൂദ് മാത്രമായിരുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു കാലത്തും അള്ളാഹു തആല അനുവദിച്ചിട്ടില്ല, അള്ളാഹു തആല പറയുകയുമില്ല. അതേസമയം മഹാന്മാരായ ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് സുജൂദ് ചെയ്യൽ മുമ്പുള്ള ശരീഅത്തിൽ അനുവദിക്കപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞത് കേട്ടത് പഠിച്ചത് സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിന്റെ നിഅമത്തുകൾ എമ്പാടും ആസ്വദിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശാകിരീങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. നിന്റെ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. കാഫിരീങ്ങളിൽ നന്ദികേട് ചെയ്യുന്നവർ ഞങ്ങളെ കൊടുക്കരുതേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തുനിന്ന് ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ. ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് ആളുകൾ, എല്ലാവർക്കും ഈ ഹൈർ നൽകണേ തമ്പുരാനെ, റാഹത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഉമ്മാക്കും ബാപ്പാക്കും പുറക്കാൻ റബ്ബിറഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കാൻ തമ്പുരാനെ. ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന സ്നേഹിతుകൾ എല്ലാവർക്കും ഹൈർ നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിന് വേണ്ടി, ഇൽമിന് വേണ്ടി, ഖുർആന് വേണ്ടി ഇസ്സത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ അവസരവും തൗഫീഖും ആയുസ്സും നൽകണേ തമ്പുരാനെ. എല്ലാ ആപത്തും മുസീബത്തും മാറാവ്യാധികളെ രോഗം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب الدراهم والجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ولا دعاء نقول سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته.